ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മണക്കാട് സൈറ്റിൽ സെൻസൈഡ് കോൺക്രീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറാണ്. അപ്പം നമ്മൾ കോൺക്രീറ്റിൽ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ നമ്മൾ ഒരു തട്ട് താഴ്ത്തിയിട്ടുണ്ട്. ഇതൊരു ബാൽക്കണിയാണ്. അപ്പോൾ ഇത് നമ്മളെ പ്ലാനിൽ വരാത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ അത് നമ്മൾ രണ്ട് ബീം, അതായത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ നമ്മളിവിടെ ലിൻഡിൽ മട്ടത്തിൽ നിന്ന് 3 വരി താത്തിട്ടാണ് നമ്മൾ ബീം വാർക്കുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പി കെട്ടുമ്പോൾ മാക്സിമം ചില ആൾക്കാർ സെൻസൈഡിൽ കമ്പി കെട്ടുമ്പോൾ അകലം വളരെ കൂട്ടിയിടുന്നത് ഞാൻ പല സ്ഥലത്തും കെട്ടിട്ടുണ്ട്. 10 ഇഞ്ച് ചില സ്ഥലത്ത് ഒരടി വീതിക്ക് വരെ കമ്പി കെട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 7 ഇഞ്ച് അകലത്തിലാണ് നമ്മളിവിടെ കമ്പി കെട്ടിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോൺക്രീറ്റ് മിക്സിങ്. നമ്മൾ സെൻസൈഡ് കോൺക്രീറ്റ് ചെയ്യണതും തട്ട് കോൺക്രീറ്റ് ചെയ്യണതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം തട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ 4 ഇഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് മെറ്റൽ കൂടിയാലും അവിടെ വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ സെൻസൈഡ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം 2.5 ഇഞ്ച് കനത്തിൽ ഷെയ്ഡ് കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. കാരണം ഷെയ്ഡ് കോൺക്രീറ്റ് 2.5 ഇഞ്ച് കനം വെച്ച് നമുക്ക് തേച്ച് വരുമ്പോൾ മറ്റേത് 4 ഇഞ്ച് കനവും 3 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് തേച്ച് വരുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ മെറ്റിലും മണ്ണും ഇടുന്നത് കറക്റ്റ് കണക്കായിരിക്കും. ഇപ്പം ഞങ്ങളിവിടെ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടിന് ഏത് രീതിയിലാണോ ചെയ്യുന്നത് അതേ മെത്തേഡിലാണ് നമ്മൾ സെൻസൈഡും ചെയ്യുന്നത്. കാരണം 4 കൂട്ടം മണൽ, 5 കൂട്ടം മെറ്റൽ, ഒരു പാക്കറ്റ് സിമെൻറ്റ്. അപ്പോൾ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സൈറ്റിൽ കംപ്ലീറ്റും അൾട്രാടെക്കിൻ്റെ കോൺക്രീറ്റ് എല്ലാം ഉപയോഗിക്കുന്നത് അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് വെച്ച്. അപ്പോൾ ഒരു ഫസ്റ്റ് ചട്ടി കോൺക്രീറ്റ് ഞാനവിടെ കന്നിമൂലയിലിട്ടു. കാരണം ഇവിടെ ചില ആൾക്കാർ കന്നിമൂലയിൽ കോൺക്രീറ്റ് ഫസ്റ്റ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഓണറായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ തന്നെയാണ് ഇട്ടത്. പിന്നെ സെൻസൈഡ് കോൺക്രീറ്റിന് നമ്മൾ ഈ തട്ടിന് ഷെയ്ഡിനൊന്നും നമ്മൾ ഈ വൈപ്പായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കമ്പി ഇട്ട് നല്ല രീതിയിൽ കുത്തി പാക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ നല്ല ലൂസ് കോൺക്രീറ്റ് ആയിരിക്കും. കാരണം ലൂസ് കോൺക്രീറ്റ് എപ്പോഴും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സെൻസൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റാക്കി കോൺക്രീറ്റ് ചെയ്യരുത്. കാരണം നമ്മളിവിടെ വൈബ്രേറ്റ് അടിക്കുന്നതല്ല, അപ്പോൾ കമ്പി കുത്തുന്നതാണ്. അപ്പോൾ കമ്പി കുത്തുന്നതുകൊണ്ട് മാക്സിമം ഇത്തിരി ലൂസായിട്ട്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇത്തിരി ലൂസായിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യണം. കോൺക്രീറ്റ് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷട്ടറിങ് പൊളിച്ച് കഴിയുമ്പോൾ അടിയിൽ കമ്പി തെളിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കമ്പിങ് കവറിങ്, നമ്മൾ പാക്കിങ് പക്കയായിരിക്കണം. അതായത് ഇപ്പോൾ 2.5 ഇഞ്ച് കനത്തിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഒരു 3/4 ഇഞ്ചെങ്കിലും കമ്പി പൊങ്ങി നിൽക്കണം. കമ്പി പൊങ്ങി ഇരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തട്ട് പൊളിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കമ്പി തെളിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പല സ്ഥലത്തും അതേപോലെ തന്നെ. പിന്നെ വരുന്നത് നമ്മൾ ഇതുപോലത്തെ ലിൻഡിൽ. അപ്പോൾ അവിടെ സെൻസൈഡൊന്നും കാണത്തില്ല. ലിൻഡിലും അതുപോലെ മെയിനായിട്ട് നമ്മൾ മാക്സിമം ഒരു 5 ഇഞ്ച് ഹൈറ്റെങ്കിലും കൊടുക്കണം. കാരണം അത് കഴിഞ്ഞിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് കാര്യം എന്നുള്ളത്, ഇതുപോലെ ഒരു ബീഡിങ് വരും. നമ്മൾ ഈ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രിക്ക് കെട്ടുന്നത് കണക്കാക്കി 6 ഇഞ്ച് ബ്രിക്കാണ് കെട്ടുന്നതെങ്കിൽ കറക്റ്റ് 6 ഇഞ്ച് ലെവലിന് നമ്മൾ ഇതുപോലെ സ്ലാം വെച്ചിട്ട് ഒരു 2 ഇഞ്ച് പൊക്കി കോൺക്രീറ്റ് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല എന്തിനാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ മേളിൽ ബ്രിക്ക് കെട്ടി ചെയ്യുമ്പോൾ നമ്മൾ ഈ വെള്ളം വീഴുമ്പോൾ സെൻസൈഡിൽ വീഴുന്നത് നമ്മളെ ബ്രിക്കിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. മറ്റേ കോൺക്രീറ്റിൽ പിടിച്ചങ്ങ് പോകും. ഈ ഹോളോ ബ്രിക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെള്ളം പിടിക്കും. പിന്നെ ഷെയ്ഡ്, അതേപോലെ തന്നെ നമ്മൾ സ്റ്റെയർ. നമ്മൾ സാധാരണ ഔട്ട്സൈഡിലെ സ്റ്റെയറൊക്കെ നമ്മൾ ഇഷ്ടിക വെച്ച് കെട്ടിയായിരിക്കും എടുക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നത് ബെറ്റർ നമ്മൾ ഈ ഇതുപോലെ പലക വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് അത്രയും ഇഷ്ടിക വെച്ച് കെട്ടുന്ന പണി കുറവാണ്. രണ്ടാമത് ലേശം കോസ്റ്റ് കൂടുതലാണെങ്കിലും നല്ല സ്ട്രോങ് ആയിരിക്കും. നമ്മൾ ഇഷ്ടിക വെച്ച് കെട്ടുന്നേക്കാളും ബലം കൂടുതലെന്ന് പറയുന്നത് നമ്മളിതുപോലെ പലക വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് എത്ര സ്റ്റെപ്പാണോ വരുന്നത് അതിൻ്റെ അളവും കാര്യങ്ങളും എടുത്ത് നമ്മളിതുപോലെ കാൽക്കുലേഷൻ ചെയ്ത് ആ ഹൈറ്റിന് കറക്റ്റ് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കുറച്ച് കോൺക്രീറ്റ് കൂടിയാലും നമുക്ക് അത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും മാക്സിമം ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്.
അത് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാനുള്ള ക്ഷമയില്ലാത്തതാണ് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.